Welcome to Library of Electronics. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള PSC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പാർട്ട് 2 ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇൻ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ദ കാരിയർ ഇസ് മോഡുലേറ്റഡ് ബൈ. ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫേസ് മോഡുലേഷനും ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയർ ഇസ് മോഡുലേറ്റഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോളോഡ് ടു അച്ചീവ് പൾസ് കോഡ് മോഡുലേഷൻ? പൾസ് കോഡ് മോഡുലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് വേണ്ടത്? ഓപ്ഷൻ സി ആണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് കോഡിംഗ്. Question number 53. An ideal power supply is characterized by zero internal resistance. Question number 54. What is power factor? Power factor is the ratio of true power to apparent power. ട്രൂ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? VI cos phi ആണ്. അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ VI ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ cos phi ആണ്. അത് പവർ ഫാക്ടർ ആണ്. ഇനി നമുക്ക് 3 ടൈപ്പ് പവറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ട്രൂ പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ. ട്രൂ പവർ എന്ന് പറഞ്ഞാൽ ട്രൂ പവർ ഈക്വൽ ടു VI cos phi ആണ്. റിയാക്റ്റീവ് പവർ ഈക്വൽ ടു VI sin phi ആണ്. അപ്പാരൻറ്റ് പവർ VI ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 55. A house served by a 220 volt supply light is protected by a 9 ampere fuse. The maximum number of 60 volt bulbs in parallel that can be turned on is. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു വീട്ടിൽ 60 വോട്ടിൻ്റെ ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. 60 വോട്ടിൻ്റെ 220 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 ആംപിയറിൻ്റെ ഫ്യൂസ് പ്രൊട്ടക്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഇതുപോലെ എത്ര ബൾബുകളെ പാരലായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 9 ആംപിയറിൻ്റെ ഫ്യൂസ് ബേൺ ചെയ്യാൻ പാടില്ല. അതായത് 9 ആംപിയറിൽ കുറവ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന രീതിയിൽ എത്ര ബൾബുകളെ കണക്ട് ചെയ്യാം? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൾബ് എത്ര കറണ്ടാണ് ഡ്രോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ബൾബിൻ്റെ പവർ എന്ന് പറയുന്നത് V × I ആണ്. അത് തന്നിട്ടുള്ളത് നമുക്ക് 60 വാട്ട് എന്നാണ്. ഇതിൽ V നമുക്കറിയാം എത്രയാണ്? 220 വോൾട്ട് ആണ്. അപ്പോൾ കറണ്ട് I ഈക്വൽ ടു എന്ത് വരും? 60 ഡിവൈഡഡ് ബൈ 220. അത് ചെയ്താൽ നമുക്ക് 3/11 എന്ന് കിട്ടും. അപ്പോൾ ഒരു ബൾബ് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3/11 ആംപിയർ ആണ്. അങ്ങനെ 3/11 ആംപിയർ വെച്ചിട്ട് X ബൾബുകൾ ഡ്രോ ചെയ്യുമ്പോഴായിരിക്കും 9 ആംപിയർ കറണ്ട് ഡ്രോ ചെയ്യാം. അപ്പോൾ ബൾബുകളുടെ എണ്ണം X ആണെന്ന് വെച്ചാൽ X ബൾബുകൾക്കും കൂടി എത്ര കറണ്ട് വേണ്ടി വരും? X × 3/11 ആയിരിക്കും വേണ്ടി വരിക. അത് 9 ആംപിയർ ആണെങ്കിൽ X ഈക്വൽ ടു എന്ത് വരും? 9 × 11/3, ദാറ്റ് ഇസ് 99/3 ആണ്. ദാറ്റ് ഇസ് 33 നമ്പർ ഓഫ് ബൾബുകളെ നമുക്കിതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി 56. Holes are the minority carriers in which type of semiconductor? ഹോൾസ് മൈനോറിറ്റി കാരിയർ ആയിട്ട് വരുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടറിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 57. Doubling the number of turns of a wire in an inductor. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Multiplies the value of inductance by 4. നമുക്കറിയാം ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല L ഈക്വൽ ടു N² μA/L ആണ്. N എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് വരുന്നത്. മ്യൂ പെർമിയബിലിറ്റി ആണ്, A ഏരിയ ആണ്, L ലെങ്ത് ഓഫ് കണ്ടക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു. അതായത് N പകരം 2N കൊടുത്താൽ ഇൻഡക്റ്റൻസ് L എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും വേരിയ ചെയ്യുക? 2N² വരുമ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? 4N² ഈക്വൽ ആണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇൻഡക്റ്റൻസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. സോ ആൻസർ എന്താണ് വരുന്നത്? മൾട്ടിപ്ലൈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ബൈ 4.
58. Which bus is bidirectional? ഓപ്ഷൻ എ ഡാറ്റാ ബസ് ആണ് ആൻസർ. നമുക്കറിയാം മൈക്രോ പ്രോസസ്സറും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാനലുകളാണ് ബസ്സുകൾ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറും മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലുകളെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. അപ്പോൾ ബസ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്: ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്, അഡ്രസ് ബസ്. ഇതിൽ കൺട്രോൾ സിഗ്നൽസും അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും മൈക്രോ പ്രോസസ്സർ ആയിരിക്കുള്ളൂ. അപ്പോൾ കൺട്രോൾ ബസ്സിൻ്റെയും അഡ്രസ് ബസ്സിൻ്റെയും ഡയറക്ഷൻ എപ്പോഴും മൈക്രോ പ്രോസസ്സറിൽ നിന്ന് പുറത്തേക്കുള്ള ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് യൂണി ഡയറക്ഷണൽ ബസ്സസ് ആണ്. പക്ഷേ ഡാറ്റ മൈക്രോ പ്രോസസ്സറിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുകയും ചെയ്യും, മൈക്രോ പ്രോസസ്സറിൽ നിന്ന് റീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബൈ ഡയറക്ഷനിലായിരിക്കും ഡാറ്റാ ബസ് ഉണ്ടാവുക. 59. If the input to a comparator is a sine wave, the output is ഓപ്ഷൻ ബി റെക്ടാങ്കുലർ വേവ്. നമുക്കറിയാം കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ, ഈ 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരിക്കലും റാം സിഗ്നലോ സൈൻ സിഗ്നലോ സോട്ടൂത്ത് വേവോ ആവില്ല. എന്ത് മാത്രമേ ആവുള്ളൂ? റെക്ടാങ്കുലർ വേവ് മാത്രമേ ആവുള്ളൂ. 60. കൺവേർട്ട് ദ ബൈനറി നമ്പർ 10110 ടു ഹെക്സാഡെസിമൽ. എങ്ങനെയാണ് ഹെക്സാഡെസിമലിലേക്ക് ആക്കുക? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4 ബിറ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. തികയാൻ ബിറ്റില്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 1010 എന്ന് പറയുന്നത് എന്താണ്? 10 അതിൻ്റെ ഡെസിമൽ വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ A ആണ്. പിന്നെ 0101 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5A ആണ് ആൻസർ വരിക. 61. A half cycle average voltage of 12 volt is equal to what RMS voltage? ഇപ്പോൾ നമ്മൾ ഹാഫ് സൈക്കിളിൻ്റെ ആയിട്ട് ആവറേജ് വോൾട്ടേജും RMS വോൾട്ടേജും കൺസിഡർ ചെയ്യുന്നത് ഫുൾ വേ റെക്ടിഫയറിലാണ്. അപ്പോൾ ഫുൾ വേ റെക്ടിഫയറിൽ ആവറേജ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? 2Vm/π എന്നുള്ളതാണ്. 2Vm/π. ഇനി അതിൽ VRMSൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? Vm/√2 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വി ആവറേജ് തന്നിട്ടുള്ളതുകൊണ്ട് Vmൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും വരിക? 12 × π/2 എന്നുള്ളതായിരിക്കും വരിക. ഇനി Vmൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ Vm/√2 ചെയ്താൽ VRMSൻ്റെ വാല്യൂ കിട്ടും. VRMSൻ്റെ വാല്യൂ 13.33 എന്നുള്ളതാണ് കിട്ടുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 62. ASCII stands for American Standard Code for Information Interchange. 63. How is power dissipated in a resistor? By heat. Option B, by heat is the answer. 64. You can determine the direction of the lines of force surrounding a conductor by using option B, right hand rule. 65. The moving coil iron meter is suitable for the measurement of option C, AC or DC. 66. The effective value of sine wave is equal to option D ആണ് ആൻസർ. both 0.707 of peak voltage and sin 45 of peak voltage. നമുക്കറിയാം ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ VRMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? VM അല്ലെങ്കിൽ VP/√2 ആണ്. 1/√2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.707 ആണ്. പക്ഷെ 1/√2 നമുക്ക് വേറെ രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. sin 45 എന്ന് പറഞ്ഞാലും 1/√2 ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 67. How is AC current related to AC voltage in a purely capacitive circuit? ഇപ്പോൾ നമുക്കറിയാം ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? വോൾട്ടേജും കറണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇനി അതൊരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ വോൾട്ടേജിന് ലാഗ് ചെയ്യും, കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും. കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യും, 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. AC കറണ്ട് ലീഡ്സ് AC വോൾട്ടേജ്. 68.
A basic SR flip-flop can be constructed by cross-coupling which basic logic gates? നമുക്കറിയാം നാൻഡ് ഗേറ്റിനെയോ അല്ലെങ്കിൽ നോർ ഗേറ്റിനെയോ ക്രോസ് കപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 69 എ ജെഫെറ്റ് ഇസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 70 when does maximum power transfer happen from the source to load? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ചിട്ട് സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 70 ടു കണക്ട് എ കമ്പ്യൂട്ടർ വിത്ത് എ ഡിവൈസ് ഇൻ ദ സെയിം റൂം യു മൈറ്റ് ബി ലൈക്ലി ടു യൂസ് എ കോയാക്സിയൽ കേബിൾ. 72 frames from one LAN can be transmitted to another LAN via the device bridge. 73 the geostationary satellite used for communication systems. all of the above ആണ് ആൻസർ. ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിലുള്ളൊരു സാറ്റലൈറ്റ് ആണ്. അത് എർത്തിൻ്റെ ഒപ്പം തന്നെ കറങ്ങും. എർത്തിൻ്റെ സെയിം വെലോസിറ്റി ആയതുകൊണ്ട് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ റിലേറ്റീവ്ലി സ്റ്റേഷനറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ എല്ലാ പോയിൻറ്റ്സും കറക്റ്റാണ് വിത്ത് റെസ്പെക്ട് ടു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ഇസ് ദ ആൻസർ. 75 ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ സംടൈംസ് മേക്സ് യൂസ് ഓഫ് ഫെറൈഡ് കോസ് ബിക്കോസ് ഇറ്റ് ഹാവ് ഹൈ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ആൻസർ. 75 ദ എമിറ്റർ ഫോളോവർ ഹാസ്. എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞാൽ ഗെയിൻ വോൾട്ടേജ് ഗെയിൻ 1 ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അതിന് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആണ് ഉള്ളത്. 76 to prepare a p-type semiconductor material the impurities to be added to silicon are option D boron and gallium. നമുക്കറിയാം അതിൽ കൊടുത്തിരിക്കുന്ന ആർസനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് എന്നൊക്കെ പറയുന്നത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 77 ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഓപ്പൺ സർക്യൂട്ട്സ് ഓർ ഷോർട്ട് സർക്യൂട്ട്സ് ഇൻ എ സർക്യൂട്ട് ഇസ് ഓം മീറ്റർ. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, ഷോർട്ട് സർക്യൂട്ടിന് 0 റെസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഓം മീറ്റർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് ആണോ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് കണ്ടുപിടിക്കാം. 78 to increase the input resistance and decrease the output resistance in negative feedback the type used is option C voltage series. നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. ഡിഫറെൻറ്റ് ഫീഡ്ബാക്ക് ടോപ്പോളജീസിനനുസരിച്ചിട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും എങ്ങനെയാണ് വേരി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വോൾട്ടേജ് സീരീസിനാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വോൾട്ടേജ് സീരീസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ സീരീസ് ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് റെസിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി സീരീസ് മാറിയിട്ട് ഷണ്ട് ആകുമ്പോൾ എന്ത് പറ്റും? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്നുള്ള കേസാണ്. വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് ആണെങ്കിൽ കണ്ടോ, വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. കറണ്ട് ആണെങ്കിലോ, കറണ്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കറണ്ടിന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. A resistor in the microprocessor that keeps track of answer or result of any arithmetic or logic operation is option B accumulator. 80 the waveform used in x direction in CRO for deflecting the electron beam from left to right is sawtooth waveform. ഇവിടെ CROയിൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേവ്ഫോം sawtooth waveform ആണ്. 81 the machine which transmit documents or maps or photographs of our telephone line is fax. 82 Tesla is the unit of flux density. 83 the equivalent of 1 microampere is
1 മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 10⁻⁻6 ആംബിയർ ആണ്. എന്ന് വെച്ചാൽ 1/10⁻6 ആംബിയർ ആണ്. ദാറ്റ് ഇസ് 1 millionth of an ampere. 79. A register in the microprocessor that keeps track of the answers or results of any arithmetic or logical operation is called accumulator. 80. The waveform used in x direction in the CRO for deflecting the electron free beam from left to right is called a sawtooth waveform. 81. The machine which transmit documents or maps or photographs over telephone line is fax. 82. Tesla is the unit of flux density. Flux density is the answer. 83. The equivalent of 1 microampere is option C, 1 millionth of an ampere. 1 microampere എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആംപിയർ ആണ്. ദാറ്റ് ഇസ് 1/10⁻6 ആംപിയർ. ദാറ്റ് ഇസ് 1 millionth of an ampere. 84. An affordable technology that uses existing telephone lines to provide high-speed connection is option B, DSL. DSL എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ടാണ്, ഓവർ വോയിസ് ചാനൽസ്. ISDN നമുക്കറിയാം എന്താണ്. ISDN ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സർക്യൂട്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 85. At resonance, the term bandwidth includes all frequencies that allow what percentage of maximum current to flow? Option C, 70.7. 86. Which of the following is a passive component? Option B, capacitor. 87. The process by which the impurities are added to a pure semiconductor is called doping. 88. An ideal operational amplifier has infinite bandwidth. നമുക്കറിയാം ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് 0 ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ല, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അല്ല, 0 ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻഫൈനൈറ്റ് ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് കറക്റ്റ് ഓപ്ഷനാണ്. 89. A digital to analog converter is an application of scaling adder. 90. A portion of output that provides circuit stabilization is considered to be negative feedback. The ratio between the differential gain and common mode gain is called common mode rejection. The Schmitt trigger is used for pulse shaping. Schmitt triggerൻ്റെ ഔട്ട്പുട്ട് ഒരു പൾസ് സിഗ്നൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ സിഗ്നൽ ആണ്. അപ്പോൾ അതൊരു പൾസ് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 93. The type of application, what type of application would use an injection laser diode? ഇൻജെക്ഷൻ ലേസർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് ട്രാൻസ്മിഷൻ ലൈൻസിലാണ്. 94. A transducer's function is to convert energy. Transducer is a device which converts one form of energy into another. 95. Which computer is considered to be off device? ഓഫ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ്. 96. In PLL to obtain lock, the signal frequency must, option C, come within the capture range. നമുക്കറിയാം ഇൻപുട്ട് ഫ്രീക്വൻസി ക്യാപ്ചർ റേഞ്ചിനുള്ളിലാകുമ്പോഴാണ് അത് ലോക്ക് ആവുന്നത്. അതിന് പുറത്താണ് ലോക്ക് റേഞ്ച് വരുന്നത്. ഇതാണ് ക്യാപ്ചർ റേഞ്ച്. ക്യാപ്ചർ റേഞ്ചിനുള്ളിൽ വരുമ്പോഴാണ് അത് ലോക്ക് ആവുന്നത്. ഇത് ലോക്ക് റേഞ്ചാണ്, അതിനുള്ളിൽ സിഗ്നൽ ലോക്ക് ആവുന്നില്ല. 97. The UV color difference signals has a phase difference of 90 degree. 98. The sensitivity of oscilloscope is determined by vertical amplifier. 99. The frequency of color subcarrier is, നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല, എന്നാലും നമുക്കൊന്ന് നോക്കി വയ്ക്കാം. NTSCയിലാണെങ്കിൽ 3.58 ആണ്, 58 മെഗാഹെർട്സ് ആണ് കളർ സബ് കാരിയർ ഫ്രീക്വൻസി ഇൻ NTSCയിൽ. ഇനി പാലിലാണെങ്കിൽ കളർ സബ് കാരിയർ ഫ്രീക്വൻസി വരുന്നത് 4.43 മെഗാഹെർട്സ് ആണ്. ഓക്കെ, NTSCയിലെ കളർ സബ് കാരിയർ ഫ്രീക്വൻസി 3.58 മെഗാഹെർട്സും പാലിൽ 4.43 മെഗാഹെർട്സും ആണ്.
100. The major difference between the ground and virtual ground is that virtual ground is only a voltage reference. Thanks for watching. See you in the next video.